എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂസസ് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് ന്യൂ ക്രിമിനൽ ലോസ് വിൽ പ്രയോറിറ്റൈസ് ജസ്റ്റിസ്. അത് നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ UPSC പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് മിനിസ്ട്രീസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന അവരുടെ ഒരു വ്യൂ പോയിൻ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ഒരു ന്യൂസ് ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം പുതിയ ക്രിമിനൽ കോഡുകൾ അല്ലെങ്കിൽ ക്രിമിനൽ ലോസ് ആണ് വന്നേക്കുന്നത്. അതായത് ഇന്നലെ ജൂലൈ 1 അത് ഇംപ്ലിമെൻ്റ് ആയി. അത് GS2 പൊളിറ്റി ക്രിമിനൽ ജസ്റ്റിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവും അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മൾ നോക്കും. പിന്നെ വൈ ആർ സയൻറ്റിസ്റ്റ് ലുക്കിംഗ് ഫോർ ഹിഗ്സ് ബോസോൺസ് ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, അത് നമ്മൾ ക്വാക്സ് ടോപ്പ് ക്വാക്സ് എന്നൊക്കെ പറയുന്ന എലിമെൻറ്റിനെ കുറിച്ചാണ് അവർ നോക്കുന്നത്. ഇത് GS3 സയൻസ് ആൻഡ് ടെക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഹിഗ്സ് ബോസോൺ എന്താണെന്ന് നമ്മൾ നോക്കും. പാർട്ടിക്കിൾ എക്സിലറേറ്റർ അങ്ങനെയുള്ള എലമെൻറ്റ്സ് നമ്മൾ നോക്കും. അതൊക്കെ സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ്ലി UPSC ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇസ്രയേൽ ഈസ് ഫേസിങ് എ സ്ട്രാറ്റജിക് ഡിഫീറ്റ് ഇൻ ഗാസ. ഇത് GS2 IR ഇൻ്റർനാഷണൽ റിലേഷൻസിലെ വെസ്റ്റ് ഏഷ്യ പെർസ്പെക്റ്റീവിലുള്ള ഒരു ന്യൂസാണ്. ഇത് സ്റ്റാൻലി ജോണി എഴുതിയ ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പം ഒരു നമ്മൾ കാണാത്തൊരു പെർസ്പെക്റ്റീവാണ്. യൂഷ്വലി എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി വൈസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി പെർസ്പെക്റ്റീവിലുള്ളൊരു ആൻസർ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ന്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂസ് പോകുമ്പോഴേക്കും ന്യൂ ക്രിമിനൽ ലോസ് വിൽ പ്രയോറിറ്റൈസ് ജസ്റ്റിസ്. അത് അമിത്ഷാ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ യൂണിയൻ ഹോം മിനിസ്റ്റർ has announced new criminal laws that aim to prioritize justice over punishment in India's legal system. These laws will take several years to become fully applicable and involve significant changes in the existing criminal justice framework. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 3 to 4 years എടുക്കും. എന്താണ് ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ ആസ്പെക്റ്റും കവർ ചെയ്യപ്പെട്ട് ഒരു ഫുള്ളി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ ആകാനായിട്ട് 3 to 4 years എടുക്കും. ലാംഗ്വേജ് ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ ദ ലോസ് വിൽ ബി അവൈലബിൾ ഇൻ ഓൾ ലാംഗ്വേജസ് ലിസ്റ്റഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 8th ഷെഡ്യൂൾ നമുക്കറിയാം ലാംഗ്വേജസ് അതിനകത്ത് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലാസിക്കൽ ലാംഗ്വേജസ് അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പം 8th ഷെഡ്യൂളിൽ നമുക്ക് ലാംഗ്വേജസ് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലാംഗ്വേജിലെല്ലാം ഈ ക്രിമിനൽ കോഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കോഡ് പ്രൊസീഡിങ്സും ഈ ലാംഗ്വേജിൽ ടേക്ക് പ്ലേസ് ചെയ്യും. ഫോക്കസ് ഓൺ ജസ്റ്റിസ്. ന്യൂ ലോസ് പ്രയോറിറ്റൈസ് ജസ്റ്റിസ് ഓവർ പണിഷ്മെൻറ്റ്, സിഗ്നലിംഗ് എ ഷിഫ്റ്റ് ഇൻ അപ്രോച്ച് ടു ക്രിമിനൽ ലോ. അപ്പോൾ നമ്മൾ ഈ തുടക്കം ഈ ടോപ്പിക്കിൽ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ പെർസ്പെക്റ്റീവിലാണ് അല്ലെങ്കിൽ ഈ ആർട്ടിക്കിളിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ക്രിമിനൽ കോഡിനെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസ് ചെയ്യും. ടെക്നോളജിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ റെക്കോർഡ്സ് ഓഫ് പോലീസ് സ്റ്റേഷൻ നേഷൻ വൈഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഡിജിറ്റൽ ഫോർമാറ്റ് ഓഫ് ഫോർ FIRs ആൻഡ് ചാർജ് ഷീറ്റ് വരും. മാൻഡേറ്ററി ഓഡിയോ വിഷ്വൽ റെക്കോർഡിംഗ് വേണം. സർട്ടൺ കേസസിൽ പ്രൊസീജിയറൽ ചേഞ്ചസ് വരും. മാക്സിമം 15 day പോലീസ് കസ്റ്റഡിയാണ്. സർട്ടൺ ഒഫൻസസിൽ ചേഞ്ചസ് ഇൻ റിമാൻഡ് പീരീഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. പിന്നെ അഡ്രസ്സിംഗ് കൺസേൺ. ദ ഹോം മിനിസ്റ്റർ അഡ്രസ് ഒബ്ജെക്ഷൻസ് റേസ്ഡ് ബൈ സം സ്റ്റേറ്റ് ലീഡേഴ്സ്, ക്ലാരിഫൈഡ് മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ന്യൂ ലോസ്. അപ്പോൾ ഫോറൻസിക് കേപ്പബിലിറ്റീസ്, അതായത് പ്ലാൻസ് ടു എസ്റ്റാബ്ലിഷ് ന്യൂ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ലബോറട്ടറീസ് ടു എൻഹാൻസ് ഇൻവെസ്റ്റിഗേറ്റീവ് കേപ്പബിലിറ്റീസ്. പിന്നെ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്സ്റ്റൻസീവ് ഡിസ്കഷൻസ് ആണ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നടന്നേക്കുന്നത്, അതായത് ഈ ഒരു ലോ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നമ്മൾ നടത്തുവാണെങ്കിൽ ദ ന്യൂ ക്രിമിനൽ ലോസ് റെപ്രസെൻറ്റ് എ സിഗ്നിഫിക്കൻറ്റ് ഓവറോൾ ഇൻ ഇന്ത്യാസ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വൈൽ ദ ഫോക്കസ് ഓൺ ജസ്റ്റിസ് ഓവർ പണിഷ്മെൻറ്റ് ഈസ് കമൻറ്റബിൾ. അതായത് നമുക്കിപ്പോൾ ഇന്ത്യൻ ഈ ഒരു ന്യൂ ക്രിമിനൽ കോഡിനെ കുറിച്ച് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വരുവാണെങ്കിൽ യു ക്യാൻ ഹൈലൈറ്റ് ദാറ്റ് ഇതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ജസ്റ്റിസ് ആണ് ഓവർ പണിഷ്മെൻറ്റ്. ഓക്കെ, അപ്പം ദ എക്സ്റ്റെൻഡഡ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ റേസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി ഇമ്മീഡിയറ്റ് ഇമ്പാക്ട്. ദ എംഫസിസ് ഓൺ ടെക്നോളജിക്കൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് ഫോറൻസിക് കേപ്പബിലിറ്റീസ് കുഡ് പൊട്ടൻഷ്യലി ഇംപ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് ആക്യുറസി ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്. ഹൗവർ success of these reforms will depend on effective implementation, training of personnel, addressing personal അല്ലെങ്കിൽ potential challenges in resource constrained ഏരിയാസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു DNA അനാലിസിസിൽ ഈ സെയിം ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അതായത് ഒരു കോമൺ ഡേറ്റ ഷെയറിംഗ് മെക്കാനിസം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്താണ് ഈ ഡേറ്റ കണക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആക്സസിബിലിറ്റി ഇല്ലാത്ത ഏരിയാസിൽ ഇത് എങ്ങനെ ആക്സസിബിൾ ആകുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ റൈസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കൺസേൺസും നിങ്ങൾ നിങ്ങളുടെ ഒരു ആൻസറിൽ അത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ന്യൂ ക്രിമിനൽ ലോസിനെ ഹൈലൈറ്റ് ചെയ്താണ് നമ്മൾ ഇനി നോക്കുന്ന ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ ഇനി നോക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കീ ഹൈലൈറ്റ്സ് ഓഫ് ന്യൂ ക്രിമിനൽ ലോസ്.
ഫസ്റ്റ് വൺ പാരഡൈം ഷിഫ്റ്റ് ഇൻ അപ്രോച്ച് ആണ്. ഒബ്ജക്റ്റീവ് പ്രയോറിറ്റൈസ് ജസ്റ്റിസ് ഓവർ പണിഷ്മെൻറ്റ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ഈ ന്യൂ ക്രിമിനൽ ലോസ് ദേ പ്രയോറിറ്റൈസ് ജസ്റ്റിസ് ഓവർ പണിഷ്മെൻറ്റ്, റീപ്ലേസ് കൊളോണിയൽ എറ ലോസ് വിത്ത് മോഡേൺ ജസ്റ്റിസ് ഫോക്കസ് സിസ്റ്റം, ഇൻറ്റഗ്രേറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കോർട്ട് പ്രൊസീജിയേഴ്സ്. പിന്നെ ലാംഗ്വേജ് ആൻഡ് ആക്സസിബിലിറ്റി, ലോസ് അവൈലബിൾ ഇൻ ഓൾ ലാംഗ്വേജസ് എൻലിസ്റ്റഡ് ഇൻ 8th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Court proceedings can take place in these languages, aim to make justice more accessible to diverse linguistic communities. പിന്നെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ടൈം നമ്മൾ പറഞ്ഞു 3 to 4 years ആണ്. പിന്നെ ഗ്രാജുവൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ടെക്നിക്കൽ ആസ്പെക്റ്റ് വരും. കോൺകറൻറ്റ് റണ്ണിങ് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ ലോസ് വരും. ഈ ട്രാൻസിഷൻ ടൈമിൽ 3 to 4 yearsനുള്ളിൽ 2 ലോസും നടക്കും. കാരണം പഴയ ലോസിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അപ്പം അവരുടെ കേസ് പ്രൊസീഡിങ്സും അങ്ങനെ നടക്കും. പിന്നെ ടെക്നോളജിക്കൽ ഇൻറ്റഗ്രേഷൻ, ഈ റെക്കോർഡ്സ് ഓൺ പോലീസ് സ്റ്റേഷൻസ് വരും, ഡിജിറ്റൽ ഫോർമാറ്റ് വരും, മാൻഡേറ്ററി ഓഡിയോ വിഷ്വൽ റെക്കോർഡിങ്സ് വരും. അപ്പം ഈ സാക്ഷിയെ കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു കഴിഞ്ഞൊരു DNA-ൽ. അതായത് ഒരു മൊബൈൽ ആപ്പാണ്, ആ മൊബൈൽ ആപ്പിലാണ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും വരുന്നത്. ഒരു ക്രിമിനൽ കേസ് ഉണ്ടാകുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഡേറ്റാസ് ആ ആപ്പിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് 15-day പോലീസ് കസ്റ്റഡി, കമ്മ്യൂണിറ്റി സർവീസ് വരും, പണിഷ്മെൻറ്റ് ഫോർ പെറ്റി ഒഫൻസസ്, പിന്നെ ട്രയൽ ഇൻ ആബ്സെൻസിയ ഫോർ ഫുജിറ്റീവ് ക്രിമിനൽസ് വരും. ഫോക്കസ് ഓൺ ഫോറൻസിക് കേപ്പബിലിറ്റീസ്, നമ്മൾ ന്യൂ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റീസ്, മാൻഡേറ്ററി യൂസ് ഫോർ ഫോറൻസിക് എക്സ്പേർട്സ് ഉണ്ട്. അതായത് എന്താണ് 7+ years ഇതുള്ള എന്താണ് സെൻറ്റൻസസ് ഉള്ള ആൾക്കാർക്ക് ഫോറൻസിക് എക്സ്പേർട്ട് വേണം. ന്യൂ ഒഫൻസസ് ആൻഡ് എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സ്പെസിഫിക് ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് ടെററിസം, മോബ് ലിഞ്ചിങ് ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം. പിന്നെ എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് ഫോർ ക്രൈംസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ. പൊട്ടൻഷ്യൽ അമെൻമെൻറ്റ്സ് ഫോർ ഇൻക്ലൂഷൻ ഓഫ് സെക്ഷൽ ക്രൈംസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്. എംഫസിസ് ഓൺ സ്വിഫ്റ്റ് ആയിട്ടുള്ള ജസ്റ്റിസ് സിസ്റ്റം ആണ് അവർ പറയുന്നത്. പക്ഷേ ഈ കസ്റ്റഡിയൽ പീരീഡൊക്കെ 15 days അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഡിലേ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഫോൾട്ടും പറയുന്നുണ്ട്. എക്സ്പാൻഷൻ ഓഫ് സമ്മറി ട്രയൽ സ്കോപ്പ് ടു കവർ cases with punishment up to 3 years. Aim to resolve over 40% of cases in sessions court more quickly. ബെയിൽ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോഴേക്ക് എന്താണ് ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്താണ് ഹു ഹാവ് സെർവ്ഡ് 1/3 ഓഫ് ദെയർ ജയിൽ ടേം എലിജിബിൾ ഫോർ ബെയിലാണ്. സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് വരുമ്പോൾ എക്സ്റ്റൻസീവ് ഡിസ്കഷൻസ് ഹെൽഡ് വിത്ത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡ്യൂറിംഗ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്സ് പ്രൊവൈഡഡ് ഫോർ സ്റ്റേറ്റ്സ് ഫോർ അഡോപ്ഷൻ ഓഫ് ന്യൂ സിസ്റ്റം. ഓക്കെ, അപ്പം ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളും എന്താണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ബെയിൽ ടേമിൻ്റെ കേസിലാണെങ്കിൽ 1/3 സെൻറ്റൻസ് സെർവ് ചെയ്ത ആൾക്കാർക്ക് ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സിന് ബെയിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. വൈ ഈസ് സയൻറ്റിസ്റ്റ് ലുക്കിംഗ് ഫോർ ഹിഗ്സ് ബോസോൺസ് ബെസ്റ്റ് ഫ്രണ്ട്? Okay, recent advancements in particle physics have led to the most precise measurement yet the top quark. ടോപ്പ് ക്വാർക്ക് എന്ന് പറയുന്നത് എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിളിൽ ഏറ്റവും മാസ് ഉള്ള ഒരു പാർട്ടിക്കിളാണ്. ദ മോസ്റ്റ് മാസീവ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ നോൺ ടു സയൻസ്. ദിസ് ഡിസ്കവറി മെയ്ഡ് അറ്റ് ദ ലാർജ് ഹെഡ്രോൺ കൊളൈഡർ LHC ഹാസ് ഫാർ റീച്ചിങ് implications for our understanding of particle physics, the nature of mass and fundamental structure of universe. ഓക്കെ, ഈ ടേംസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷേ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ ബേസിക് ഒരു കൺസെപ്റ്റുകൾ മാത്രം നോക്കിയാൽ മതി. എസ്പെഷ്യലി ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കൊക്കെ ഈ പാർട്ടിക്കിൾ ഫിസിക്സ് ഒക്കെ പറയുമ്പോഴേക്കും ഒരു ഡൗട്ട് വരും. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആറ്റോമിക് അല്ലെങ്കിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പം ഇതിൻ്റെ ഓരോ പെർസ്പെക്റ്റീവ് ബേസ് ചെയ്തിട്ടാണ് UPSC ചോദ്യം ചോദിച്ചിട്ടുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഹിഗ്സ് ബോസോണിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ അസോസിയേറ്റഡ് വിത്ത് the Higgs field, a field that gives mass to other fundamental particles such as electrons and quarks. But without it, atoms wouldn't stick together and there would be no stars, planet and us. Okay, അതായത് എന്താണ് ഹിഗ്സ് ബോസോണിലെ ഹിഗ്സ് ഫീൽഡാണ് ഈ പാർട്ടിക്കിൾസിന്. നമുക്കൊരു ആറ്റം തുറക്കുവാണെങ്കിൽ അതിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്, ക്വാക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെല്ലാം പിടിച്ചു നിർത്തുന്നതാണ് ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു സ്റ്റാൻഫോർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ്, പാർട്ടിക്കിൾസ് ഗെയിൻ ദെയർ മാസ് ബൈ ഇൻട്രാക്ടിംഗ് വിത്ത് എ ഫീൽഡ് കോൾഡ് ഹിഗ്സ് ഫീൽഡ്. ഹിഗ്സ് ഫീൽഡ് ഈസ് ഹൈപ്പോത്തസിസ് ടു എക്സിസ്റ്റ് എവറിവെയർ ഇൻ സ്പേസ്, ഈവൻ ഇൻ വാക്യൂം, ആൻഡ് ഹാസ് എ non-zero വാല്യൂ. പാർട്ടിക്കിൾസ് ലൈക്ക് ഫോട്ടോൺ വിച്ച് മേക്ക് അപ്പ് ലൈറ്റ്. അപ്പം ലൈറ്റിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോട്ടോൺസ് ആണ്.
ഓക്കെ, ഇൻട്രാക്ട് വീക്ക്ലി വിത്ത് ഹിഗ്സ് ഫീൽഡ് ആൻഡ് ഹാവ് നോ മാസ്. പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ക്വാക്സ്, ഇലക്ട്രോൺസ് തന്നെയാണ് ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ക്വാക്സ് എന്ന് പറയുന്നത്, വിച്ച് മേക്ക് അപ്പ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഇൻട്രാക്ട് സ്ട്രോങ്ലി വിത്ത് ഹിഗ്സ് ഫീൽഡ് ആൻഡ് അക്വയർ മാസ്. ഓക്കെ, എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് അറ്റ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അറ്റ് CERN. ഓക്കെ, CERN എന്ന് പറയുന്നത് ഇതൊരു യൂറോപ്യൻ പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതും കൂടി ഓർത്തിരിക്കുക, ഇത് യൂറോപ്യൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നും കൂടി ഓർത്തിരിക്കുക. കൺഫേം ദ എക്സിസ്റ്റൻസ് ഓഫ് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ കുഡ് ലീഡ് ടു ഡിസ്കവറീസ് ഓഫ് ന്യൂ പാർട്ടിക്കിൾസ് ആൻഡ് റിവീൽ കണക്ഷൻസ് ബിറ്റ്വീൻ ഫോഴ്സസ് വി നെവർ ന്യൂ എക്സിസ്റ്റഡ്. അപ്പോൾ ഇതിൽ ഞാനൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാം. ഈ CERN അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പാർട്ടിക്കിൾ കൊളൈഡറിൽ ഇന്ത്യ ഒരു മെമ്പർ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, പാർട്ടിക്കിൾ ഫിസിക്സ് ബേസിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ആറ്റം, ഓക്കെ, ആറ്റമാണ്. ആറ്റത്തിൻ്റെ ബോസോൺ ഉണ്ട്, ഫെർമിയോൺ ഉണ്ട്. ഓക്കെ, ഫെർമിയോണിലാണ് ക്വാക്സും ലെപ്റ്റോൺസും വരുന്നത്. ക്വാക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂട്രോണും പ്രോട്ടോണും വരും. ലെപ്റ്റോൺസിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ബോസോണിൻ്റെ കേസിൽ ഫോട്ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൂക്കോൺ ഉണ്ട്, പിന്നെ W and Z ബോസോൺ ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ ആണ് ഈ പാർട്ടിക്കിൾസിൻ്റെ റെസ്പോൺസിബിൾ ഫോർ മാസ് ഇൻ പാർട്ടിക്കിൾസ് ആഫ്റ്റർ ദേ കൊളൈഡ് ഇൻ ഹിഗ്സ് ഫീൽഡ്. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കും. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, ഒത്തിരി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഇപ്പം ഇതൊരു PYQ ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ദ എഫേർട്സ് ടു ഡിറ്റക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിൾ ഹാവ് ബിക്കം ഫ്രീക്വൻറ്റ് ന്യൂസ് ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്കവറിംഗ് ദിസ് പാർട്ടിക്കിൾ? ഒന്നെന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് വിൽ എനേബിൾ അസ് ടു അണ്ടർസ്റ്റാൻഡ് as to why elementary particles have mass. It will enable us in the near future to develop technology of transferring matter from one point to another without transferring the physical space between them. It will enable us to create better fuels for nuclear fission. Select the correct answer using the codes given below. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഇത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ആക്ച്വലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. 1 only ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇറ്റ് വിൽ എനേബിൾ അസ് ടു അണ്ടർസ്റ്റാൻഡ് ആസ് ടു വൈ എലിമെൻ്ററി പാർട്ടിക്കിൾസ് ഹാവ് മാസ്. അപ്പോൾ നമ്മൾ ഹിഗ്സ് ബോസോൺ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു എലിമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ മാസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സംഭവമാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഹിഗ്സ് ഫീൽഡിലാണ് വരുന്നത്. ഇതിനെ പിടിച്ച് യോജിപ്പിക്കുക നിൽക്കുന്ന സംഭവമാണ് ഹിഗ്സ് ഫീൽഡ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് എന്നും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. അപ്പം ഇത് ബേസ് ചെയ്തിട്ട്, അതായത് ഹിഗ്സ് ബോസോൺ അല്ലെങ്കിൽ പാർട്ടിക്കിൾ കൊളൈഡറൊക്കെ ബേസ് ചെയ്തിട്ട് UPSC ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, ഈ ടോപ്പ് ക്വാക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ IR റിലേറ്റഡ് ആയിട്ട്, ഇൻ്റർനാഷണൽ റിലേഷൻസ് എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇത് ആക്ച്വലി ഇസ്രായേൽ ഈസ് ഫേസിങ് എ സ്ട്രാറ്റജിക് ഡിഫീറ്റ് ഇൻ ഗാസ. അപ്പം ദിസ് ആർട്ടിക്കിൾ ഡിസ്കസസ് ഇസ്രായേൽ സ്ട്രാറ്റജിക് ചാലഞ്ചസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫീറ്റ്സ് ഇൻ ഗാസ. Israel's military operations have faced significant resistance from Palestinian groups, especially Hamas, despite Israel's superior military capabilities. The dynamics in Gaza present a complex political and military landscape. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പെർസ്പെക്റ്റീവ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി യൂഷ്വലി വാട്ട് വി സീ ഈസ് ദാറ്റ് ഒരു ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒക്യുപ്പൈഡ് ഫോഴ്സ് വിന്നിങ് ഓവർ ആയിട്ടുള്ള ഒരു ന്യൂസാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പറയുന്ന ഒരു ആർട്ടിക്കിളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ നോക്കുന്നത് ഒരു ഫീൽഡ് മിലിറ്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ്റെ ചാലഞ്ചസ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് ഇതിനകത്ത് തരുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം, ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് ഒരു ഡീപ്പ് ഹിസ്റ്റോറിക്കൽ റൂട്ടുണ്ട്, പ്രൈമർലി സെൻറ്റേഡ് ഓൺ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് ജെറുസലേം. ഓക്കെ, ജെറുസലേം എന്ന് പറയുന്ന സിറ്റി കോൺകർ, അതാണ് വേൾഡിലെ മേജർ ആയിട്ടുള്ള 3 റിലീജിയൻസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഏരിയ അത്രയും കോമ്പറ്റീവ് ആയിട്ടുള്ള റീജിയൺ ആകാൻ കാരണം അബ്രാമിക് ഫെയ്ത്തിൻ്റെ കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, അപ്പം അത് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റി കേന്ദ്രീകരിച്ചാണ് ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഒറിജിൻ. പ്രീവിയസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഹാസ് കണ്ടക്റ്റഡ് സെവറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഇൻ ഗാസ, ഇൻക്ലൂഡിങ് ഓപ്പറേഷൻ കാസ്റ്റ് ലെഡ്, പിന്നെ ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ്.
ഓക്കെ, അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഇൻ ഗാസ എന്ന് പറയുമ്പോൾ ഹമാസ് റോളാണ്. ഹമാസ് ഹാസ് എമർജ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സ് ഇൻ ഗാസ വിത്ത് എബിലിറ്റി ടു ലോഞ്ച് റോക്കറ്റ്സ് ഇൻ ടു ഇസ്രായേലി ടെറിട്ടറി. ഓക്കെ, ഈ സിവിലിയൻ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ദി കോൺഫ്ലിക്റ്റ് ഹാസ് ലെഡ് ടു സിവിയർ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഇൻ ഗാസ അഫക്റ്റിംഗ് മില്യൺസ് ഓഫ് സിവിലിയൻസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ചാലഞ്ചസ് ഫോർ ഇസ്രായേൽ നമ്മൾ നോക്കുമ്പോൾ മിലിറ്ററി ഓപ്പറേഷൻസ് ആണ്. ഡിസ്പൈറ്റ് ഹാവിംഗ് എ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് മിലിറ്ററി, ഇസ്രായേൽ ഫേസസ് ചാലഞ്ചസ് ഇൻ അച്ചീവിംഗ് എ ഡിസിസീവ് വിക്ടറി ഡ്യൂ ടു ഗറില്ല ടാക്ടിക്സ് എംപ്ലോയിഡ് ബൈ പാലസ്തീനിയൻ ഗ്രൂപ്പ്സ്. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധയിൽ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ്സ് ആണ്. അപ്പം നമ്മുടെ കൺട്രിയുടെ ഇൻട്രസ്റ്റുകളെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റ് റോളിൽ ഇങ്ങനത്തെ ന്യൂസിനെ നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ അൾട്ടിമേറ്റ്ലി ഇതിന് മെയിൻസ് ആൻസർ റൈറ്റിങ്ങും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പെർസ്പെക്റ്റീവിലൊക്കെ ഇതിനെ കാണാവൂ. അപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോയിന്റ്സിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സിനെ നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ പ്രഷർ അതിനകത്തൊരു ചലഞ്ചാണ്. ഇസ്രായേൽ ഫേസസ് ഇൻക്രീസിങ് ഇൻ്റർനാഷണൽ ക്രിറ്റിസിസം ആൻഡ് പ്രഷർ റിഗാർഡിംഗ് ഇറ്റ്സ് മിലിറ്ററി ആക്ഷൻസ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഇൻ ഗാസ. പിന്നെ ഉള്ളത് ഇറാൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. പലസ്തീനിയൻ ഗ്രൂപ്പ്സിനെ ഫണ്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇറാൻ. ഓക്കെ, ഇറാൻ പ്രൊവൈഡ് സിഗ്നിഫിക്കൻറ്റ് സപ്പോർട്ട് ടു ഗ്രൂപ്പ്സ് ലൈക്ക് ഹമാസ് ആൻഡ് ഹെസ്ബുള്ള, കോംപ്ലിക്കേറ്റിംഗ് ദ സെക്യൂരിറ്റി ഡൈനാമിക്സ് ഫോർ ഇസ്രായേൽ. ഓക്കെ, പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറാൻസ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഗാസ ആഡ്സ് ടു ദ ബ്രോഡർ റീജിയണൽ കോൺഫ്ലിക്റ്റ് ഇമ്പാക്ടിംഗ് ഇസ്രായേൽസ് സെക്യൂരിറ്റി പോളിസീസ്. ഓക്കെ, പിന്നെ പാലസ്തീനിയൻ റെസിസ്റ്റൻസ് ആൻഡ് ഇൻ്റർനാഷണൽ സപ്പോർട്ട്. അതായത് പാലസ്തീനിയൻ ടാക്ടിക്സ് എന്ന് പറയുമ്പം ടണൽസ് ഉണ്ട്, റോക്കറ്റ് അറ്റാക്സ് ഉണ്ട്, ഗറില്ല വാർഫെയർസ് ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ചസ് ആണ് ഇവർ തരുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു മിലിറ്ററി എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് സ്പോഞ്ച് ബോംബ്സ് ആണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ടണൽസിൽ ഇസ്രായേൽ ആർമി ചെയ്യുന്നത്, അവർ ഈ ബോംബുകളിടും, അത് പെട്ടെന്ന് സ്പ്രെഡായിട്ട് അത് മൊത്തം ഫില്ലാകും. ഒരു സ്പെസിഫിക് കെമിക്കൽ വന്നിട്ട് അത് ഫുൾ ഈ ടണൽ ഫുൾ ഫില്ലായിട്ട് അത് സീലാകും. അപ്പോൾ അങ്ങനെ ഒരു എക്യുപ്മെൻറ്റിനെ കുറിച്ച് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കുവാണെങ്കിൽ ഇത് ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഇൻ്റർനാഷണൽ സോളിഡാരിറ്റി. പാലസ്തീനിയൻ ഗ്രൂപ്പ്സ് റിസീവ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഫ്രം വേരിയസ് ഇൻ്റർനാഷണൽ ആക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് റീജിയണൽ പവേഴ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. പിന്നെ ഇംപ്ലിക്കേഷൻസ് ഫോർ ഇസ്രായേൽ. സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ് ഇമ്പാക്ട്സ് ഇസ്രായേൽസ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആൻഡ് പ്ലേസസ് എ സ്ട്രെയിൻ ഓൺ ഇറ്റ്സ് റിസോഴ്സസ്. പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് എന്ന് പറയുമ്പോൾ ഓൺഗോയിങ് കോൺഫ്ലിക്റ്റ് അഫക്ട്സ് ഇസ്രായേൽസ് പൊളിറ്റിക്കൽ സ്റ്റാൻഡിംഗ് ബോത്ത് ഡൊമസ്റ്റിക്കലി ആൻഡ് ഇൻ്റർനാഷണലി. ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഇൻ ഇസ്രായേൽ ലീഡ്സ് ടു സിഗ്നിഫിക്കൻറ്റ് എത്തിക്കൽ ആൻഡ് മോറൽ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ഇസ്രായേൽസ് ആക്ഷൻ. അപ്പോൾ ഇതിനെ കണ്ട രീതികളെ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ അതിൻ്റെ ഇറാൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമ്മൾ നോക്കി. പിന്നെ അതിൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞത് മിലിറ്ററി ഓപ്പറേഷൻ, അവരുടെ സ്ട്രാറ്റജിക് ചാലഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇറാൻ്റെ റോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരുടെ ഒരു നെയ്ബർ ആയിട്ടുള്ളൊരു എനിമി അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺട്രിയാണത്. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഇസ്രായേലിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കി. പിന്നെ ഒരു പലസ്തീനിയൻ പെർസ്പെക്റ്റീവിൽ ഇതെങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പാലസ്തീനിയൻ ടാക്ടിക്സ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെ അവരുടെ സോളിഡാരിറ്റി വരുന്നുണ്ട്. പിന്നെ ഇസ്രായേലിലുള്ള സെക്യൂരിറ്റി കൺസേൺസ്, അവരുടെ ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ സിനാരിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പം ഇതിനൊരു കൺക്ലൂഷൻ കൊടുക്കുകയാണെങ്കിൽ, ദ സിറ്റുവേഷൻ ഇൻ ഗാസ ഹൈലൈറ്റ്സ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് മോഡേൺ അസിമെട്രിക് വാർഫെയർ ആൻഡ് ദ ചാലഞ്ചസ് ഓഫ് അച്ചീവിംഗ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഇൻ പൊളിറ്റിക്കലി സെൻസിറ്റീവ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു കീവേഡാണ്, അതും കൂടി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, ഫോർ ഇസ്രായേൽ അഡ്രസ്സിംഗ് ദ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്, എൻഗേജിംഗ് ഇൻ മീനിങ് ഡയലോഗ് ആൻഡ് നാവിഗേറ്റിംഗ് ഇൻ്റർനാഷണൽ പ്രഷേഴ്സ് ആർ ക്രൂഷ്യൽ സ്റ്റെപ്സ് ടുവേർഡ്സ് സസ്റ്റൈനബിൾ റെസൊല്യൂഷൻ. അപ്പം എല്ലാ പെർസ്പെക്റ്റീവിലും നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ളൊരു ആൻസർ നമ്മൾ സ്ട്രക്ചർ ചെയ്യാനായിട്ടെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ കുറേ റിപ്പീറ്റഡ് ടോപ്പിക്സ് വന്നിട്ടുണ്ട്. നമ്മൾ എസ്പെഷ്യലി നമ്മുടെ ന്യൂ ക്രിമിനൽ കോഡൊക്കെ നമ്മൾ ഓൾറെഡി DNA ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയെന്നേ ഉള്ളൂ. അപ്പം മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരും. പിന്നെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിയ ഹിഗ്സ് ബോസോൺ ആണ്. പിന്നെ ടോപ്പ് കോക്സ് എന്ന് പറയുന്ന ഹിഗ്സ് ബോസോണിൻ്റെ തന്നെ അടുത്ത് പറയാൻ പറ്റുന്ന മോസ്റ്റ് മാസ് ഉള്ള പാർട്ടിക്കിൾ, സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് നമ്മൾ നോക്കിയത്. അപ്പം ഇപ്രാവശ്യത്തെ DNA അനാലിസിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.